Hi all, today we will continue with our Python functions. Next one is anonymous function. നമ്മൾ anonymous function എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉള്ളൂ. ഫംഗ്ഷനിൽ നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ദെൻ മോർ ദാൻ വൺ വാല്യൂസ് റിട്ടേൺ ചെയ്യാനില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ സാധാരണ ഫംഗ്ഷൻ കൊടുക്കുമ്പം df, നമ്മളുടെ ഫംഗ്ഷൻ നെയിം എന്താണ്, ദെൻ നമ്മളുടെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, ദെൻ കോളൻ, ദെൻ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ df കീവേഡ് ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സിൻടാക്സ് നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എങ്ങനെയാവുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഫംഗ്ഷനിൽ ഉള്ളൂ, ദെൻ എന്താണ് മോർ ദാൻ വൺ വാല്യൂസ് റിട്ടേൺ ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഫങ്ഷൻസ് ആർ കോൾഡ് അനോണിമസ് വെൻ ദേ ആർ നോട്ട് ഡിക്ലെയർഡ് ഇൻ ദി സ്റ്റാൻഡേർഡ് മാനർ ബൈ യൂസിങ് df കീവേഡ്. ഓക്കെ, അപ്പോഴാണ് നമ്മളതിന് df കീവേഡ് യൂസ് ചെയ്യാതെ നമ്മൾ ഫങ്ഷൻ എഴുതും. അതിനെയാണ് നമ്മൾ അനോണിമസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ df കീവേഡിന് പകരം എന്താണ് യൂസ് ചെയ്യുന്നത്? ലാംഡ കീവേഡാണ് നമ്മൾ സ്മോൾ അനോണിമസ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ലാംഡ ക്യാൻ ടേക്ക് എനി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ബട്ട് റിട്ടേൺ ജസ്റ്റ് വൺ വാല്യൂ. ലാംഡയിൽ നമുക്ക് മോർ ദാൻ വൺ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാം, പക്ഷേ അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു വാല്യൂ ആയിരിക്കും. സാധാരണ df വെച്ച് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് മോർ ദാൻ വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ പറ്റും. കാനോട്ട് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ എക്സ്പ്രഷൻ, അതായത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും പാടില്ല. എന്താണ് വൺ ലൈൻ വേർഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, ഒറ്റ വേർഷനാണ്. ദെൻ എന്താണ് ഇറ്റ് കനോട്ട് ആക്സസ് വേരിയബിൾസ് അതർ ദാൻ ദോസ് ഇൻ ദെയർ പാരാമീറ്റർ ലിസ്റ്റ്. അതായത് അപ്പം നമ്മൾ df കീവേഡ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് df, ദെൻ ഫങ്ഷൻ, ദെൻ ഇതിനുള്ളിൽ നമ്മൾ a, b എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നമ്മൾ c ഈക്വൽ ടു എന്ത് പറയുന്നു? a പ്ലസ് b എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ എയും ഈ ബിയും എന്ന് പറയുന്നത് നമ്മളുടെ പാരാമീറ്റർ ലിസ്റ്റിലുള്ളതാണ്. c എന്ന് പറയുന്നത് പാരാമീറ്റർ ലിസ്റ്റിലുള്ളതല്ല. അപ്പോൾ സാധാരണ നമ്മളെ ഫംഗ്ഷനിൽ ഇങ്ങനെ പാരാമീറ്റർ ലിസ്റ്റിലില്ലാത്ത വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എന്താണ് അനോണിമസ് ഫംഗ്ഷൻ ആവുന്ന സമയത്ത് പാരാമീറ്റർ ലിസ്റ്റിലുള്ളത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഇവിടെ പറയുന്നത്. എന്താണോ ലാംഡ ആർഗ്യുമെൻറ്റ്സ് കോളൻ നമ്മളുടെ എക്സ്പ്രഷൻ. ഓക്കെ, ലാംഡ ആർഗ്യുമെൻറ്റ്സ് കോളൻ എക്സ്പ്രഷൻ. എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ സം ഇസ് ഈക്വൽ ടു, ഇവിടെ സം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫംഗ്ഷൻ നെയിം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സം ഇസ് ഈക്വൽ ടു ലാംഡ, ഇതാണ് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. arg1, arg2, ദെൻ കോളൻ നമുക്ക് എന്താണോ പ്രോസസ്സ്, അതായത് അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എന്താണോ ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. arg1 പ്ലസ് arg2. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ലാംഡ ആർഗ്യുമെൻറ്റ്സ്, ദെൻ കോളൻ എക്സ്പ്രഷൻ, അതാണ് അതിൻ്റെ സിൻടാക്സ്. അപ്പം ഇവിടെ സം എന്ന് പറയുന്നത് നമ്മളുടെ ഫംഗ്ഷൻ നെയിം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ലാംഡ arg1, arg2, ദെൻ നമുക്ക് വേറൊരു ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ ലാംഡ എങ്ങനെ കൊടുക്കും? മൂന്നാമത്തെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ലാംഡ arg അല്ലെങ്കിൽ a1, a2, a3, ദെൻ കോളൻ, പിന്നെ എന്താണോ നമ്മളുടെ എക്സ്പ്രഷൻ a1 പ്ലസ് a2 പ്ലസ് a3. ഓക്കെ, ദെൻ ഫങ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? പ്രിൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കോൾ ചെയ്ത് കൊടുക്കും. പ്രിൻറ്റ് സം ഓഫ് 2, 3. ഓക്കെ, ഇവിടെ ഈ സം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സം എന്ന് പറയുന്നത് എന്തുപോലെയാണ് ആക്ട് ചെയ്യുന്നത്? ഫംഗ്ഷൻ നെയിം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മളുടെ ആ ഒരു നെയിം ഇവിടെ കോൾ ചെയ്ത് കൊടുക്കും, സമ്മ്. ദെൻ നമുക്ക് എന്താണോ വാല്യൂ പാസ് ചെയ്യേണ്ടത് 2, 3 എന്ന് പറയുന്ന സമയത്ത് എന്താണ് 2 arg1ലേക്ക് അസൈൻ ആവും, 2 arg1ലേക്ക് അസൈൻ ആവും, 3 എന്ന് പറയുന്നത് arg2ലേക്ക് അസൈൻ ആവും. ദെൻ 2 പ്ലസ് 3 എന്ത് കിട്ടും? നമുക്ക് 5 എന്ന് റിസൾട്ട് കിട്ടും. അത് നമ്മളിവിടെ ഔട്ട്പുട്ടിൽ പ്രിൻ്റ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, അതാണ് അനോണിമസ് ഫങ്ഷൻ ഇൻ പൈത്തൺ. നെക്സ്റ്റ് വൺ ഈസ് പൈത്തൺ സ്കോപ്പ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എന്താണ് ലോക്കൽ
സ്കോപ്പും ഉണ്ട്, ഗ്ലോബൽ സ്കോപ്പും ഉണ്ട്. ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിത്തിൻ എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോഴാണ് അത് ലോക്കൽ, അത് പുറത്തേക്ക് ആക്സസ് കിട്ടില്ല. ആ വിത്തിൻ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, ആക്സസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് എ വേരിയബിൾ ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ belongs to the local scope of that function and can only be used inside the function. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഡി എഫ് മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മൈ ഫങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ നമ്മളൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 300. ദെൻ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് എക്സ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരുന്നുണ്ട്, 300 വരുന്നുണ്ട് ഇവിടെ മൈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ. ബട്ട് ഈ മൈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാനൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, പ്രിൻറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ 300 എങ്ങോട്ട് കിട്ടില്ല, ഇങ്ങോട്ട് കിട്ടില്ല. മനസ്സിലായല്ലോ? അതായത് വിത്തിൻ ആ സ്കോപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ വിത്തിൻ ആ ബ്ലോക്ക് മാത്രമാണ് നമുക്ക് എന്ത് വരുന്നുള്ളൂ, എക്സിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. ഔട്ട്സൈഡ് ആ ഫംഗ്ഷൻ നമുക്ക് എന്ത് കിട്ടില്ല, വാല്യൂ കിട്ടില്ല. ഓക്കെ, ദെൻ അല്ലെങ്കിൽ നമുക്ക് ആ വേരിയബിളിനെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ നമുക്ക് ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ഇൻസൈഡ് ഫംഗ്ഷൻ. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈത്തണിൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ എഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം പുറത്തേക്ക് കൂടുതൽ ആക്സസ് ഒന്നും വേണ്ട. അങ്ങനത്തെ ഫങ്ഷൻസ് നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡി എഫ് മൈ എഫ് യു എൻ സി. അപ്പം പുറത്ത് ആക്സസ് ഉണ്ടാവുക ഈ മൈ എഫ് യു എൻ സി എന്ന് പറഞ്ഞിട്ടുള്ള, ഉള്ളിൽ ഇങ്ങനെയൊരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ആർക്കും അറിയില്ല. ഓക്കെ, മനസ്സിലായല്ലോ? പുറത്തേക്ക് ആക്സസ് കിട്ടുക മൈ എഫ് യു എൻ സി ആണ്. ഈ മൈ എഫ് യു എൻ സിയിൽ വരുന്ന ഇൻസൈഡായിട്ട് വരുന്ന വേറൊരു ഫംഗ്ഷനാണ് എന്താണ്, മൈ ഇന്നർ എഫ് യു എൻ സി ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഡി എഫ് മൈ ഇന്നർ എഫ് യു എൻ സി. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ ഔട്ട്സൈഡ് ഫംഗ്ഷനിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, മൈ എഫ് യു എൻ സിയിൽ എക്സ് ഈക്വൽ ടു 300 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ആർക്ക് കിട്ടും, ഈ ഇന്നർ ഫംഗ്ഷനിലേക്ക് കിട്ടും. മനസ്സിലായില്ലേ? എക്സ് 300 എന്ന് പറയുന്നത് മൈ എഫ് യു എൻ സിയിലാണ് കൊടുത്തത്. അത് നമുക്ക് എങ്ങോട്ട് കിട്ടും, ഇന്നർ ഫംഗ്ഷനിലേക്ക്, മൈ ഇന്നർ എഫ് യു എൻ സിയിലേക്ക് കിട്ടും. ഇവിടെ നമ്മൾ പ്രിൻ്റ് എക്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 300 കിട്ടും. മനസ്സിലായല്ലോ? അപ്പം ഔട്ട്സൈഡിൽ നമുക്ക് ആക്സസ് ചെയ്യുക ഈ മൈ എഫ് യു എൻ സി ആണ്. അപ്പം മൈ എഫ് യു എൻ സി കോൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, എക്സ് ഈക്വൽ ടു 300 ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ട് മൈ ഇന്നർ എഫ് യു എൻ സി എന്ന് പറഞ്ഞിട്ട്, ദെൻ പ്രിൻ്റ് എക്സ് ഇവിടെ മൈ ഇന്നർ എഫ് യു എൻ സി കോൾ ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം അതാണ് പറയുന്നത് ഫംഗ്ഷൻ ഇൻസൈഡ് ഫംഗ്ഷൻ ആസ് the variable x is not available outside the function but it is available for any function inside the function. Okay, next one is global scope. എന്താണ് ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? അതായത് എ വേരിയബിൾ ക്രിയേറ്റഡ് ഇൻ മെയിൻ ബോഡി ഓഫ് പൈത്തൺ. ഓക്കെ, ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലൊന്നുമല്ല, മെയിൻ ബോഡി ഓഫ് പൈത്തൺ കോഡ് is a global variable and belongs to global scope. അപ്പം ഒരു പൈത്തണിൽ എന്താണ് മെയിൻ ബോഡിയിലാണ് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തതെങ്കിൽ, അതായത് ഇൻസൈഡ് ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലൊന്നുമല്ല നമ്മൾ കൊടുത്തത്, അങ്ങനെയാവുന്ന സമയത്ത് എന്താണ് അത് ത്രൂ ഔട്ട് ആ പ്രോഗ്രാം മൊത്തം നമുക്ക് ആക്സസ് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ വേരിയബിൾസ് ആർ അവൈലബിൾ ഫ്രം വിത്തിൻ എനി സ്കോപ്പ്, ഗ്ലോബൽ ആൻഡ് ലോക്കൽ. ഓക്കെ, എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് കിട്ടും. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്, ഇത് കണ്ടല്ലേ, ഇതാണ് മെയിൻ പൈത്തൺ ബോഡി എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു 300. ഇത് വിത്തിൻ എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലോ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലോ ഒന്നുമല്ല നമ്മൾ കൊടുത്തത്, എക്സ് ഈക്വൽ ടു 300. ദെൻ എന്താണ് ഇത് നമുക്ക് പ്രിൻ്റ് എക്സ്, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണ് പ്രിൻ്റ് എക്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ മൈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം ഔട്ട്പുട്ട് നമുക്ക് എന്ത് വരും, 300 വരും. ദെൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻ്റ് എക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം വീണ്ടും നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, 300 കിട്ടും. ഓക്കെ, ദെൻ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഓക്കെ
ഓക്കെ, ഇവിടെ വേറൊരു കാര്യം പറഞ്ഞത്, ഇഫ് യു ഓപ്പറേറ്റ് വിത്ത് സെയിം വേരിയബിൾ നെയിം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് എ ഫംഗ്ഷൻ, Python will treat them as two separate variables, one available in the global scope outside the function and one available in the local scope inside the function. ഓക്കെ, അതെന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ എന്താണ് 300 ആണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്ലോബൽ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിൽ നമ്മൾ 200 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഗ്ലോബൽ വേരിയബിൾ ആണ്. ഓക്കെ, ഇവിടെ മൈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും എക്സ് ഈക്വൽ ടു 200 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ലോക്കൽ വേരിയബിൾ ആണ്. ഓക്കെ, അപ്പം പൈത്തണിൽ ഇത് എന്താണ്? പൈത്തൺ രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതായത് എക്സ് എന്ന് പറയുന്നത് ഒറ്റൊന്നായിട്ടുള്ള അത് ട്രീറ്റ് ചെയ്യുക, പുറമെ കൊടുത്തത് അത് ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് തന്നെയും ഉള്ളിൽ എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോക്കൽ വേരിയബിൾ ആയിട്ടും ഇത് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ നമ്മളുടെ മൈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം നമുക്ക് ആൻസർ എന്താ കിട്ടുക? 200 കിട്ടും. ഓക്കെ, മൈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 200 കിട്ടും. ഓക്കെ, ദെൻ മൈ ഫംഗ്ഷൻ്റെ പുറമെ നമ്മൾ പ്രിൻ്റ് എക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 300 ആണ്. മനസ്സിലായല്ലോ? അപ്പം ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത എക്സിനെയും ലോക്കലായിട്ട് ഡിക്ലെയർ ചെയ്ത എക്സിനെയും പൈത്തൺ എന്ന് പറയും. പൈത്തണിൽ വരുന്ന സമയത്ത് അത് ഒന്നായിട്ടുള്ള കാണുക, രണ്ടായിട്ട് തന്നെയാണ് കാണുക. അപ്പം മെയിൻ ബോഡിയിൽ കൊടുത്തത് അത് ഗ്ലോബലായിട്ട് തന്നെ വെക്കും, ദെൻ ഉള്ളിൽ കൊടുത്തത് അതിനെ ലോക്കലായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം മൈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്താണ്? നമുക്ക് ഫസ്റ്റ് 200 എന്നുള്ള ആൻസർ കിട്ടും. ദെൻ എന്താണ്? മൈ ഫംഗ്ഷൻ്റെ പുറമേന്ന് നമ്മൾ എക്സിനെ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലോബൽ വാല്യൂ അതായത് 300 കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾ എപ്പോഴാണ് ഗ്ലോബൽ കീവേഡ് യൂസ് ചെയ്യുക? ഓക്കെ, നമുക്ക് ഗ്ലോബൽ എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതെപ്പോഴാണ് യൂസ് ചെയ്യുക? ഇപ്പം നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഉണ്ട്, എക്സ് ഈക്വൽ ടു 300 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ എക്സ് ഈക്വൽ ടു 300 എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ലോക്കൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ നമുക്ക് എപ്പോഴെങ്കിലും എന്താക്കി കിട്ടണം? ഗ്ലോബലായിട്ട് ആക്സസ് കിട്ടണം. അങ്ങനെയാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ വേരിയബിളിൻ്റെ മുന്നേ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഗ്ലോബൽ കീവേഡ് യൂസ് ചെയ്യുക? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോക്കലായിട്ടൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, എക്സ് ഈക്വൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ് ഈക്വൽ ടു 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സിനെ നമുക്ക് എന്ത് ചെയ്യണം? ഗ്ലോബലായിട്ട് നമുക്ക് യൂസ് ചെയ്യണം. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഈക്വൽ ടു എക്സ് ആ വേരിയബിളിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഗ്ലോബലായിട്ട് ആക്സസ് കിട്ടും. ഓക്കെ, ദെൻ മൈ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിൻ്റ് എക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 300 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇവിടെ മൈ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മൈ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൊടുത്തത്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് 300 എന്ന് കിട്ടും. ഓക്കെ, ഇനി വേറൊരു ടൈമിൽ നമ്മൾ ഈ ഗ്ലോബൽ കീവേഡ് യൂസ് ചെയ്യും. അതെപ്പോഴാണെന്ന് വെച്ചാൽ ടു ചേഞ്ച് ദി വാല്യൂ ഓഫ് ഗ്ലോബൽ വേരിയബിൾ ഇൻസൈഡ് എ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ഒരു ഗ്ലോബൽ വേരിയബിളിൽ ഒരു വാല്യൂ നമുക്ക് എക്സ് ഈക്വൽ ടു 300 എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഗ്ലോബൽ വാല്യൂ. എക്സിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വേരിയബിൾ, അതിലേക്ക് നമ്മൾ 300 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ആ ഒരു 300 എന്നുള്ള വാല്യൂ മാറ്റി 200 എന്ന് എനിക്ക് സെറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലോബൽ വേരിയബിളിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? ഗ്ലോബൽ കീവേഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഏതെങ്കിലും ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളുടെ ഗ്ലോബൽ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ ഗ്ലോബൽ വേരിയബിളിൻ്റെ വാല്യൂ എത്രയാണ്? 300 ആണ്. എക്സ് ഈക്വൽ ടു 300. ദെൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആ എക്സിൻ്റെ വാല്യൂ 200 ആക്കി. ഇനി ഈ 200 വേണം നമുക്ക് എല്ലാവിടെയും ആക്സസ് ചെയ്യാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും?
ആ ഒരു എക്സിൻ്റെ മുന്നേ നമ്മൾ എന്ത് കീവേഡ് യൂസ് ചെയ്തു? ഗ്ലോബൽ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തു. ഓക്കെ, ഗ്ലോബൽ എക്സ് ദെൻ എക്സ് ഈക്വൽ ടു 200 എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എക്സിൻ്റെ ആക്സസ് എവിടേക്കാണ് വരുന്നത് അവിടെയൊക്കെ നമുക്ക് എന്താ കിട്ടുക? 200 എന്നാണ് കിട്ടുക. ഓക്കെ, ഇവിടെ മൈ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്തു? പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം എന്താണ്? ഔട്ട്സൈഡ് ഫംഗ്ഷനാണ് ഇവിടെ പ്രിൻ്റ് എക്സ് കൊടുത്തത്. സോ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 200 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പം എപ്പോഴെങ്കിലും ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു വാല്യൂ നമുക്ക് ഒരു വേരിയബിളുള്ള വാല്യൂ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലോക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് എന്താക്കി മാറ്റണം? എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം. ആ ഒരു വാല്യൂ സെറ്റ് ചെയ്ത വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഗ്ലോബൽ കീവേഡ്. അപ്പോൾ ഗ്ലോബൽ കീവേഡിൻ്റെ പർപ്പസ് വരുന്നത് രണ്ടാണ്. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാം, ഗ്ലോബൽ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക. രണ്ടാമത്തത് ലോക്കലായിട്ട് ഡിക്ലെയർ ചെയ്ത വേരിയബിൾ എന്താക്കി സെറ്റ് ചെയ്യണമെങ്കിൽ ഗ്ലോബലാക്കി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്ലോബൽ കീവേഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈത്തൺ ഫങ്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.